ഹലോ ഫ്രണ്ട്സ്, മെമ്മീസ് കേക്ക് അവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. ഇതാണ് ജയൻറ്റ് ഡോണറ്റ് കേക്ക്. ജയൻറ്റ് ഡോണറ്റ് കേക്ക് എന്ന് വെച്ചാൽ ഡോണറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കല്ല, കേക്ക് തന്നെ വലിയൊരു ഡോണറ്റിൻ്റെ ഷേപ്പിലുള്ളതാണ്. ഞാൻ ഈ ഒരു കേക്ക് ചോക്ലേറ്റ് ട്രഫിളിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും പോയി കാണാം. ഓക്കെ, ഈ ഒരു മോൾഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഹോളായിട്ട് റൗണ്ട് ഷേപ്പിൽ വരുന്ന മോൾഡാണിത്. ഇത് നമുക്ക് ആദ്യം തന്നെ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ഡസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 kg ബാറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റഡ് ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ബാറ്റർ കുറച്ച് അധികമായതുകൊണ്ടാണ് മേൽഭാഗം ഇതുപോലെ ആയിട്ടുള്ളത്. പക്ഷേ കേക്ക് നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് തണിന്ന് റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞാൽ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് നമ്മൾ ഈ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കുക. നമ്മുടെ കേക്ക് നല്ല ഡോണറ്റിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തൊക്കെ ഹോളായിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേക്ക്. കാണുമ്പോൾ തന്നെ മനസ്സിൽ നിന്നുണ്ടാവുമായിരിക്കും. നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ കേക്ക് ലെവലർ യൂസ് ചെയ്തിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈഫ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് കളയുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കേക്ക് ബോർഡിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മോൾഡിൻ്റെ അടിഭാഗത്ത് വരുന്ന കേക്കില്ലേ, ആ ഒരു കേർവ് ഷേപ്പിലുള്ള അത് ഏറ്റവും മേലെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഫ്ലാറ്റ് പോർഷനാണ് താഴത്തെ ഭാഗത്ത് പ്ലേസ് ചെയ്യേണ്ടത്. കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്പാച്ചുല ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിൻ്റെ സെൻറ്ററിൽ ഹോളായതുകൊണ്ട് തന്നെ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്യലായിരിക്കും എളുപ്പം. ഓരോ ലെയേഴ്സ് വെക്കുമ്പോഴും ഒരേ ലെവലിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ലെയർ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പും ചോക്ലേറ്റ് ക്രീമും ചോക്ലേറ്റ് ഗനാഷൊക്കെ യൂസ് ചെയ്തിട്ട് മുന്നേയുള്ള വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കേക്ക് ലെയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. തേർഡ് ലെയർ വെച്ച് കൊടുക്കുന്ന സമയത്ത് വേറൊരു കേക്ക് ബോർഡിൽ ആ ഒരു ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നാലേ ആ ഒരു ഭാഗത്ത് നല്ലോണം ഷുഗർ സിറപ്പ് എത്തുകയുള്ളൂ. കേക്കിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മേലെ ഭാഗത്തും കുറച്ചുകൂടെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കേക്ക് ക്രം കോട്ട് ചെയ്തിട്ടെടുക്കുക. ഒരു പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ടെടുക്കുക. ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സെൻറ്റർ പോർഷനും ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കേക്ക് ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് ബോർഡ് ടിഷ്യൂ ഉപയോഗിച്ച് നല്ലോണം നീറ്റാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുക. മിനിമം ഹാഫ് ആൻ അവർ എങ്കിലും സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ റിച്ചിൻ്റെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കേക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ സ്പാച്ചുല യൂസ് ചെയ്തിട്ടാണ് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്ക് കേർവ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ക്രീം ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഞാനിവിടെ ഒരു എക്സ്റേ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു കർവ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ഈ സ്ക്രേപ്പറൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഈ കേക്കിന് കർവ് ഷേപ്പ് കിട്ടൂല. അതിന് പകരമായിട്ടാണ് ഈ ഒരു എക്സ്റേ യൂസ് ചെയ്തിട്ടുള്ളത്. കർവ് ഷേപ്പൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സ്ക്രേപ്പറൊക്കെ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ എക്സ്റേ യൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഒരു എക്സ്ട്രാ ഫിലിം ഇല്ലാതിരിക്കില്ല. അപ്പോൾ പഴയൊരു എക്സ്ട്രാ ഫിലിം എടുത്തിട്ട് അത് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ സ്ക്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഈ ഒരു എക്സ്റേ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും, നല്ല നീറ്റിൽ തന്നെ ആ ഒരു കർവ് ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം മേലെ. ചോക്ലേറ്റ് ഗനാഷ് ഞാനിവിടെ സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വയർ റാക്കിൻ്റെ മേലെ ഈ ഒരു കേക്ക് പ്ലേസ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് 2:1 കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ചോക്ലേറ്റിന് 100 ഗ്രാം ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു കേക്ക് മൊത്തത്തിൽ ചോക്ലേറ്റ് ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡ്രിപ്പിംഗ് കൺസിസ്റ്റൻസിയിൽ തന്നെ നിർത്താം കേട്ടോ. ഞാൻ സെൻറ്റർ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കേക്ക് ബോർഡ് ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എക്സ്ട്രാ ചോക്ലേറ്റ്സൊക്കെ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 hour നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കളറ് ചേർത്തിട്ട് കുറച്ച് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഡോണറ്റ്സൊക്കെ ഇതുപോലെയല്ലേ ചെയ്യാറ്. ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം വേറൊരു കളർ ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കലില്ലേ. അതുകൊണ്ടാണ് ഈ ഒരു കേക്കും അതുപോലെ ചെയ്തത്. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റിൽ ഓറഞ്ച് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് സ്പ്രിങ്കിൾസ് യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ അടിപൊളി ജയൻറ്റ് ഡോണറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു കേക്ക് കാണാൻ വേണ്ടിയിട്ട്? അടിപൊളിയായിട്ടല്ലേ? നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ മെജോറിറ്റി നോക്കിയിട്ട് അതുപോലെയുള്ള വീഡിയോസ് ചെയ്യാം. റെസിപ്പി വീഡിയോസാണോ അല്ല ഡെക്കറേഷൻ വീഡിയോസാണോ ഫോണ്ടൻ ഡെക്കറേഷൻസ് ആണോ എന്താ വേണ്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നോക്കിയിട്ട് അതുപോലെ ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.